ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ നല്ല ഒരു പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ, 2 ടു ചിലതിന് നല്ല വേവുള്ളാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ കേൾപ്പിക്കണം കേട്ടോ. പക്ഷെ വെന്തുടയാൻ പാടില്ല, നന്നായി വേവണം. ആ ഒരു പരുവത്തിലായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത്രയും വിസിലടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുതിർത്തിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതൊന്ന് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം. ചില പയറിന് അധികം വേവ് ഉണ്ടാവില്ല, അപ്പോൾ 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. നല്ല വേവുള്ള പയറാണെങ്കിൽ മാത്രം 3 വിസിൽ. അപ്പോൾ അതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള എടുത്താലും മതി കേട്ടോ. ഇതൊരു 7-8 ചെറിയ ഉള്ളി, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 10-15 എണ്ണമൊക്കെ എടുത്തോളൂ. നല്ല പോലെ അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സ്വല്പം ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചക്കായാണ്. മീഡിയം വലുപ്പത്തിലുള്ള 2 പച്ചക്ക. പച്ച നേന്ത്രക്ക ആണെങ്കിലും മതി. മീഡിയം ടൈപ്പ് 2 എടുക്കാം കേട്ടോ. ഒരുപാട് വലുത് വേണ്ട, ചെറുത് ഒരു മീഡിയം ടൈപ്പ് മതിയാവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചക്കായാണ്, നോർമൽ പച്ചക്കായാണ്. അതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത്, ഒരുപാട് വലിയ പീസാക്കരുത്, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഉള്ളിയിലൂടെ ചേർത്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വേണമെങ്കിൽ നമുക്ക് ചെറുപയറിൻ്റെ കൂടിയിട്ട് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചെറുപയർ വേവുമ്പോഴേക്കും വൻപയർ വേവുമ്പോഴേക്കും ഒരുപാട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വേവിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ കുക്കറിലല്ല നിങ്ങൾ പയർ വേവിക്കുന്നത്, കുതിർത്തിട്ട് വേവിക്കുന്നവരാണെങ്കിൽ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പയറൊരു ഹാഫ് കുക്ക് ആവുമ്പോൾ കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം സെയിം രീതിയിൽ സവോള വഴറ്റി പൊടികളൊക്കെ ചേർത്തിട്ട് അതിലേക്ക് തട്ടി കൊടുത്താലും മതി. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. പച്ചമുളക് വേണ്ടുന്നവർക്ക് 1 ചേർക്കാം, പക്ഷേ മുളക് പൊടി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. ഒരു 1 മിനിറ്റ് അത്രയൊക്കെ മതിയാവും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പയർ വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പയറിൽ ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത്, കാരണം ചില പയറിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ട് വരും, ഇങ്ങനെ കല്ല് പോലെ കിടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പിട്ട് വേവിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഈ കായ്ക്കും സവോളയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതൊരു കുറച്ചേ ഉണ്ടായുള്ളൂ, ഒരു 1/4 ഗ്ലാസ് തന്നെ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കിടന്ന് നന്നായിട്ട് വൻപയർ നല്ലപോലെ ഒന്ന് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടയുന്ന ഒരു പരുവമായിട്ടുമില്ല. അപ്പോൾ അതിൽ ഈ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കായും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെള്ളം ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കായും ഉടഞ്ഞു പോവും, വൻപയറും കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ബാലൻസ് ചെയ്യാൻ പറയുന്നത്. വെള്ളം വൻപയറിൽ ഒട്ടും തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ആ പയറങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. കുഴയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതലും വൻപയർ റെസിപ്പീസാണ് കേട്ടോ. കാരണം വൻപയർ റെസിപ്പീസിന് നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വൻപയർ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യാൻ. അപ്പോൾ ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് ചിരകിയ തേങ്ങയാണ്. ഇത് നമ്മൾ അരച്ചൊന്നും എടുക്കുന്നില്ല. നന്നായിട്ട് ചിരകിയ തേങ്ങ ഒരു പിടി നിറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ ജീരകമോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് അരച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ചിരകിയ തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലപോലെ ഡ്രൈ ആയി വരുമ്പോൾ വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. കുഴഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ആവി കയറിയിട്ട് നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഞാൻ മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് മതിയാവും. വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. നല്ല ആ ഒരു ഫ്ലേവറും ഒക്കെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ വൻപയറും പച്ചക്ക കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വൻപയർ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ നേരത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. വ്യത്യസ്തമായ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സജഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പീസ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വെജിറ്റേറിയൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.